ഹായ് സുഹൃത്തുക്കളെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ജിം കോർബറ്റിൻ്റെ ഒരു വേട്ടക്കഥ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ജംഗിൾ ലോർ എന്ന പുസ്തകത്തിലെ കഥയാണ്. ജിം കോർബറ്റിൻ്റെ തുടക്കകാലത്ത് അദ്ദേഹം എങ്ങനെയാണ് വേട്ടയാടൽ പരിശീലനങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം നടത്തിയ അഡ്വഞ്ചറായിട്ടുള്ള യാത്രകളും വേട്ടയാടലുകളുമാണ് നമ്മൾ ഈ കഥയിലൂടെ പറയുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഇതുപോലുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കുവാനും കമൻറ്റ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ പഠിച്ചതിനെക്കുറിച്ചും കാടിൻ്റെ ഹൃദയത്തിലൂടെ ഞാൻ നടത്തിയ എൻ്റെ ആദ്യ യാത്രകളെക്കുറിച്ചുമുള്ള ഓർമ്മകളാണ്. എൻ്റെ മുതിർന്നവരിൽ നിന്നും വേട്ടയാടലിനെക്കുറിച്ചുള്ള ബാലപാഠങ്ങളെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഒരു തോക്ക് എങ്ങനെ പിടിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള പരിശീലനങ്ങളെല്ലാം എനിക്ക് അവർ തന്നു കഴിഞ്ഞിരുന്നു. അതിനു പുറമെ സിംഹങ്ങളും കരടികളുമുള്ള കാട്ടിലേക്ക് എന്നെ അവരോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയി. അതെന്തിനാണെന്നറിയാമോ? ഒരു മൃഗത്തിന് മുറിവേൽക്കാത്തിടത്തോളം കാലം അതിൽ നിന്നും ഒരപകടവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയായിരുന്നു അവർ എന്നെ അവർക്കൊപ്പം കൊണ്ടുപോയത്. നിങ്ങൾക്കറിയാമല്ലോ, ചെറുപ്പകാലത്ത് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന പാഠങ്ങളെല്ലാം ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർത്തിരിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ നോക്കുകയും ചെയ്യും. അങ്ങനെയാണ് മുതിർന്നവരെന്നെ പഠിപ്പിച്ച എല്ലാ വേട്ടയാടൽ തന്ത്രങ്ങളും ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അവർ എനിക്ക് പകർന്നു തന്ന പാഠങ്ങൾ ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന പൂർണ്ണമായ തീരുമാനം എന്നിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു. അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നുണ്ട്. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെയായിരുന്നു. ഒരു കുട്ടിക്ക് വേട്ടയാടൽ താല്പര്യമില്ല എങ്കിൽ അവനെ ഒരിക്കലും നിർബന്ധിച്ച് ആ വഴിയിലേക്ക് തള്ളിവിടാൻ പാടില്ല. നിർബന്ധം എന്നത് എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് ഒളിച്ചു വയ്ക്കുവാൻ കഴിയില്ല. അവരുടെ താല്പര്യത്തിനനുസരിച്ചാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടം അവരിൽ അടിച്ചേൽപ്പിക്കുവാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. കാരണം ഒളിച്ചു വെച്ചുള്ള ഈ നിർബന്ധ ബുദ്ധി ഏതൊരു കളിയുടെയും അല്ലെങ്കിൽ വേട്ടയുടെയും ആസ്വാദനം പൂർണ്ണമായും ഇല്ലാതാക്കും. എൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവുണ്ടായത് എനിക്ക് ന്യൂമോണിയ വന്നപ്പോഴായിരുന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പിടിവലി ഞാൻ വളരെ അടുത്തറിഞ്ഞതാണ്. എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും അവരായിരുന്നു എന്നെ ശുശ്രൂഷിച്ചത്. എൻ്റെ സഹോദരനായ ടോം വളരെ സാഹസികനായിരുന്നു. അവനും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഭയാനകമായ നിമിഷം വന്നെത്തി. എൻ്റെ ജീവൻ എന്നിൽ നിന്നും കൈവിട്ടു പോകുമോ എന്നുപോലും എനിക്ക് തോന്നിയ നിമിഷങ്ങൾ. ജീവിക്കാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അവസ്ഥ. ആ സമയത്ത് എനിക്ക് പ്രോത്സാഹനം ആവശ്യമായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുവാൻ, ജീവിക്കുവാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. അപ്പോഴാണ് എന്നെ കാണുവാൻ വേണ്ടി ടോം അവിടേക്ക് എത്തിയത്. എനിക്ക് വേണ്ട പ്രോത്സാഹനവും ആത്മവിശ്വാസവും അവൻ എനിക്ക് നൽകി. അതിൻ്റെ കൂടെ ഒരു കൊച്ചു സമ്മാനം എനിക്ക് സമ്മാനിച്ചു. അത് ഒരു കവണയായിരുന്നു. അതെങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ രോഗിയായി കിടക്കയിൽ കിടക്കുന്ന സമയം ടോം എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് കട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് അവൻ കയറിയിരുന്നു. ഒരു മാന്ത്രികൻ കൺകെട്ടുകൊണ്ട് എങ്ങനെയാണോ വളരെ വേഗം അയാളുടെ പോക്കറ്റിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്നത്, അതുപോലെ ടോമിൻ്റെ പോക്കറ്റിൽ നിന്നും ആ കവണയും ഉയർത്തിയെടുത്തു. അതിനുശേഷം എൻ്റെ കയ്യിലേക്ക് വെച്ചു തന്നു. അവൻ്റെ കയ്യിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. അതൊരു സൂപ്പായിരുന്നു. ആ സൂപ്പ് എൻ്റെ മറ്റേ കയ്യിലും അവൻ പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവുമെല്ലാം അവൻ പകർന്നു നൽകി. എൻ്റെ കയ്യിൽ വെച്ച് തന്ന സൂപ്പ് എനിക്ക് വേണ്ട എന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവനൊരു കാര്യം എന്നോട് പറഞ്ഞു. നിനക്ക് ഈ കവണ ഉപയോഗിക്കണമെങ്കിൽ ആവശ്യമായ ശക്തി വേണം. ആ ശക്തി നിനക്ക് വേണമെങ്കിൽ നീ ഉറപ്പായും ഈ സൂപ്പ് കുടിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് കവണ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് കഴിക്കാനും കുടിക്കാനും തന്ന സാധനങ്ങൾ അത്രയും ഒരു മടിയും കൂടാതെ
ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതുകൂടാതെ ജീവിക്കാനുള്ള താല്പര്യം എന്നിൽ ഉണർത്തുവാൻ എൻ്റെ അമ്മയും സഹോദരിമാരും ടോമും എന്നെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ടോം എനിക്ക് കാടിനെ പറ്റിയുള്ള കഥകൾ ഒരുപാട് പറഞ്ഞു തന്നു. ഒപ്പം എൻ്റെ കൈവശം തന്ന ആ കവണയുണ്ടല്ലോ, ആ കവണ എങ്ങനെ വേണം ഉപയോഗിക്കുവാൻ, എങ്ങനെ വേണം വേട്ടയാടുവാൻ എന്നുള്ള പാഠഭാഗങ്ങളെല്ലാം അദ്ദേഹം എനിക്ക് പകർന്നു നൽകി. അങ്ങനെ ടോമിൽ നിന്നുമാണ് ഞാൻ ഒരു കാര്യം പഠിക്കുന്നത്. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ 2 സീസൺ മാത്രമാണുള്ളത്. ഒന്ന് ക്ലോസ്ഡ് സീസണും ഒന്ന് ഓപ്പൺ സീസണും. ക്ലോസ്ഡ് സീസൺ സമയത്ത് എൻ്റെ കവണ എൻ്റെ അലമാരയിൽ തന്നെയായിരിക്കും. അത് ഞാൻ എടുത്ത് ഉപയോഗിക്കാറില്ല. ഈ സമയത്ത് പക്ഷികൾ കൂടുകളിലായിരിക്കും. അതൊന്നെങ്കിൽ മുട്ടയ്ക്ക് അടയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മുട്ടയിടുകയായിരിക്കും. അതുമല്ല എങ്കിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയായിരിക്കും. ഈ സമയത്ത് അവയെ കൊല്ലുക എന്നത് ഒരു ക്രൂരന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തിയാണ്. ഓപ്പൺ സീസൺ സമയത്ത് എൻ്റെ കവണ ഉപയോഗിച്ച് ഏത് പക്ഷിയെയും കൊല്ലുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു നിബന്ധന മാത്രമുണ്ടായിരുന്നു. കൊല്ലുന്ന ഓരോ പക്ഷിയും എനിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുള്ളതൊന്നായിരിക്കണം. അല്ലാത്തവയെ കൊല്ലുവാൻ പാടില്ല. ഇതായിരുന്നു ആ നിബന്ധന. അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ധാരാളമായി കാണപ്പെട്ടിരുന്ന പ്രാദേശിക പ്രാവുകളെയും ബ്ലൂ ഹിൽസ് പീജിയനെയും ആഹാരത്തിന് വേണ്ടി കൊല്ലുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ മറ്റു ചില പക്ഷികൾ അലങ്കാര ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നവ, അങ്ങനെയുള്ള പക്ഷികളുടെ തോലുരിഞ്ഞെടുത്ത് അത് സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണമായിരുന്നു. ഈ ജോലികൾ അത്രയും ചെയ്യുവാൻ ഞാൻ പ്രാപ്തനായി എന്ന് ടോമിന് മനസ്സിലായ സമയത്ത് അദ്ദേഹം എനിക്ക് മറ്റ് 2 കാര്യങ്ങൾ കൂടി സമ്മാനിച്ചു. അത് തോലുകൾ ഇരിയുവാൻ പറ്റുന്ന ഒരു കത്തിയും പിന്നെ ആർസനിക് സോപ്പുമായിരുന്നു. ടോമിന് പല കാര്യങ്ങളിലും അങ്ങേയറ്റം വൈദഗ്ധ്യമുണ്ടായിരുന്നു. പക്ഷികളുടെയും മൃഗങ്ങളുടെയും തോലുരിഞ്ഞെടുത്ത് അത് സ്റ്റഫ് ചെയ്ത് വെക്കുന്നതിൽ അദ്ദേഹം അഗ്രഗണ്യനൊന്നും ആയിരുന്നില്ല. എങ്കിലും എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം അത് ചെയ്ത് കാണിച്ചു. അത് സൂക്ഷ്മമായി എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ ഈ ജോലിയിൽ അത്രയധികം പ്രാവീണ്യം നേടി. ഞാൻ ചെയ്യുന്ന ജോലിയിൽ ആർക്കും ഒരു തെറ്റും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഞാൻ അതിൽ പ്രാവീണ്യനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ സ്റ്റീഫർ ഡീസ് അക്കാലത്ത് കുമിയോണിലെ പക്ഷികളെക്കുറിച്ച് ഒരു പുസ്തകം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അച്ചടിച്ചു വന്ന 150 ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ഞാൻ ശേഖരിച്ച് സ്റ്റഫ് ചെയ്ത പക്ഷികളെ നോക്കി വരച്ചതായിരുന്നു. ചില പക്ഷികളെ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഞാൻ വേട്ടയാടി ശേഖരിച്ചിട്ടുണ്ട്. ടോം 2 നായ്ക്കളെ വളർത്തിയിരുന്നു. ഒന്നിൻ്റെ പേര് പപ്പി എന്നായിരുന്നു. അത് ചുവന്ന നിറമുള്ള ഒരു നാടൻ നായയായിരുന്നു. 2ാം അഫ്ഗാൻ യുദ്ധ സമയത്ത് കാബൂളിലെ തെരുവുകളിൽ അലഞ്ഞു നടക്കുമ്പോഴാണ് ടോമിന് പപ്പിയെ കിട്ടിയത്. ടോം അതിനെ തൻ്റെ കൂടെ ഹിന്ദുസ്ഥാനിലേക്ക് കൊണ്ടുവന്നു. 2ാമത്തതിൻ്റെ പേര് മാഗോക്ക്. ജീവിതത്തിൽ നിറയെ ഊർജ്ജസ്വലമായി കാണപ്പെട്ട ഒരു നായയായിരുന്നു. വെളുത്ത നിറമായിരുന്നു സ്പാനിയൻ നായക്കുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നല്ല കുറ്റിരോമങ്ങളുള്ള ഒരു വാലും. പപ്പയ്ക്ക് എന്നെപ്പോലുള്ള ചെറിയ കുട്ടികളുമായി വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാഗോക്കിന് തിരിച്ചുമായിരുന്നു. അവനെപ്പറ്റി പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാഗോക്ക് വളരെ കരുത്തനായ ഒരു നായയായിരുന്നു. ചെറിയ ദൂരങ്ങളിൽ അവൻ എന്നെ പുറത്ത് കയറ്റി കൊണ്ടുപോകുവാൻ പോലും കഴിവുണ്ടായിരുന്നു. മാഗോക്ക് എൻ്റെ പ്രിയപ്പെട്ട നായയായിരുന്നു. അവൻ എന്നെ അവൻ്റെ സംരക്ഷകനായി സ്വയം കരുതി. അതുപോലെ അവൻ്റെ അളവറ്റ സ്നേഹവും എനിക്ക് നൽകി. മാഗോക്കാണ് എന്നെ ഒരു പ്രധാന പാഠം പഠിപ്പിച്ചത്. അത് ഇതാണ്: ഏതെങ്കിലും ഘോരമായ കുറ്റിക്കാടുകൾ വളർന്നു നിൽക്കുന്ന പ്രദേശത്തു കൂടി നടന്നു പോയാൽ, അല്ലെങ്കിൽ അതിൻ്റെ സമീപത്തുകൂടി നടന്നു പോകുന്നത് വിവേകശൂന്യമായ ഒരു കാര്യമാണ്. കാരണം ആ കുറ്റിക്കാടിൻ്റെ മറവിൽ പല മൃഗങ്ങളും ഉറങ്ങിക്കിടക്കാം, അല്ലെങ്കിൽ മറഞ്ഞിരിക്കാം. നമ്മുടെ സാന്നിധ്യം അവർക്ക് ഒരു പക്ഷേ അരോചകമായി തോന്നിയേക്കാം. അങ്ങനെ അരോചകമായി തോന്നുന്ന സമയത്ത് അവ നമ്മളെ ആക്രമിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതുമാത്രമല്ല, ഒരു നായ്ക്ക് വേണമെങ്കിൽ ഒരു പൂച്ചയെപ്പോലെ കാടിനുള്ളിൽ ഒരൊച്ചയും ശബ്ദവും ഉണ്ടാക്കാതെ നടക്കാൻ കഴിയുമെന്ന് മാഗോക്ക് എനിക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇതിനു പുറമെ അവൻ എനിക്ക് നൽകിയ ധൈര്യവും ആത്മവിശ്വാസവും അതും വലുതാണ്. കാരണം മാഗോക്കിൻ്റെ കൂടെ ഞാൻ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. എനിക്കവനെ വലിയ വിശ്വാസമായിരുന്നു. കാരണം മുമ്പ് പോകുവാൻ ഞാൻ ഭയപ്പെട്ട നിബിഡമായ കാടുകളിൽ പോലും മാഗോക്കുണ്ടെങ്കിൽ ഞാൻ അവനൊപ്പം പോകുമായിരുന്നു. അത്രയധികം ധൈര്യവും വിശ്വാസവുമാണ് അവൻ എനിക്ക് പകർന്നു നൽകിയത്. അങ്ങനെ ഒരിക്കൽ ഞാനും മാഗോക്കും
എൻ്റെ കവണയുമായി ഒരു വേട്ടയാടുവാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഞങ്ങൾക്കുണ്ടായ ആവേശകരമായ ഒരു അനുഭവവും അതുപോലെ തന്നെ മാങ്കോക്ക് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കഥയുമാണ് ഞാൻ ഇനിയും പറയുന്നത്. ഒരു പ്രഭാതത്തിൽ ഞങ്ങളുടെ വീട്ടിലെ അലങ്കാര വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് വയ്ക്കുവാൻ വേണ്ടി സൺബേഡ് എന്ന പക്ഷിയെ തേടി മാങ്കോക്കും ഞാനും പുറപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഡെൻസിയെ കണ്ടുമുട്ടിയത്. അവൻ ഒറ്റയ്ക്കായിരുന്നില്ല, അവനൊപ്പം അവൻ്റെ നായയും ഉണ്ടായിരുന്നു. അവൻ്റെ നായയുടെ പേര് തിസി എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നടന്നു പോയി. രണ്ട് നായ്ക്കളും തമ്മിൽ വലിയ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടുകയോ വഴക്കിടുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് തിസിൽ ഒരു വള്ളി പിടിച്ചത്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു മുള്ളംപന്നിയെ കണ്ടുകൊണ്ട് അതിനെ പ്രകോപിപ്പിച്ചു. അതിന് പിറകെ ഓടുവാൻ തുടങ്ങി. എൻ്റെ വിളി അവഗണിച്ചുകൊണ്ട് മാങ്കോക്കും അവനൊപ്പം ചേർന്ന് ആ മുള്ളംപന്നിയെ തുരത്തി ഓടിക്കുവാൻ തുടങ്ങി. ഡെൻസയുടെ കയ്യിൽ വലിയ ഭാരമുള്ള തോക്കുണ്ടായിരുന്നുവെങ്കിലും അതുപയോഗിക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല. കാരണം അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായും നായകൾക്ക് പരിക്ക് പറ്റും. അതുകൊണ്ട് അവൻ അതിന് തുനിഞ്ഞില്ല. രണ്ട് നായ്ക്കളും മുള്ളംപന്നിക്ക് ചുറ്റും ഓടുകയും പലപ്പോഴും അവനെ കടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഡെൽസ ഓട്ടത്തിൽ വളരെ പിന്നിലായിരുന്നു. കാരണം അവൻ്റെ ഭാരമേറിയ തോക്ക് തന്നെയാണ്. പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളൻപന്നിക്കും രണ്ട് നായ്ക്കും എനിക്കും വളരെയധികം പിന്നിൽ. മുള്ളൻ പന്നിയുമായി ഏറ്റുമുട്ടുന്നത് ഏത് ജീവിക്കും, മനുഷ്യർക്ക് പോലും ഏറ്റവും അപകടകരമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്. മുള്ളുകൾ അതിന് അസ്ത്രങ്ങൾ പോലെ എയ്യുവാൻ കഴിയില്ല. എങ്കിലും അവൻ്റെ മുള്ളുകൾ അവൻ്റെ എതിരാളികൾക്ക് നേരെ ശക്തമായി ഉയർത്തി നിർത്തിക്കൊണ്ട് പിന്നിലേക്ക് അതിവേഗം ഓടി വന്ന് കുത്തുവാൻ കഴിയും. അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർത്ത് നിർത്തുവാൻ കഴിയും. മുള്ളൻ പന്നിയെ പിന്തുടരുമ്പോൾ ഞാൻ എൻ്റെ കവണ എൻ്റെ പോക്കറ്റിൽ വെച്ചു. അതിനുശേഷം അവിടെ കടന്നിരുന്ന ഒരു തടി ഞാൻ എടുത്തു. എന്നിട്ടും വളരെ വേഗം ഞാൻ ഓടി. എന്നിട്ട് പോലും എൻ്റെ നായകളെ സഹായിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ എപ്പോഴൊക്കെ ആ മുള്ളൻ പന്നിയുടെ അടുത്തേക്കെത്തി അപ്പോഴെല്ലാം അവൻ എന്നെ ആക്രമിക്കുവാൻ വേണ്ടി കൂപ്പുകുത്തി എൻ്റെ അരികിലേക്ക് വന്നു. നായ്ക്കൾ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ മുള്ളുകൾ തറച്ചു കയറാതെ ഒഴിഞ്ഞു മാറിയത്. മുള്ളംപന്നിയെ തുരത്തി ഓടിച്ച് അപ്പോഴേക്കും ഏകദേശം 1/2 മൈലോളം ഞങ്ങൾ ഓടിക്കഴിഞ്ഞിരുന്നു. മുള്ളംപന്നി അപ്പോഴേക്കും അവൻ്റെ മാളങ്ങളുള്ള ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞിരുന്നു, ഒരു കിടങ്ങ് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക്. മുള്ളംപന്നി തൻ്റെ മാളത്തിലേക്ക് കയറുവാൻ ശ്രമിക്കുന്നതിന് മുന്നേയായി മാങ്കോക്ക് അവൻ്റെ മൂക്കിൽ കടിച്ചു പൊക്കുവാൻ വേണ്ടി ശ്രമിച്ചു. തിസിൽ അതിൻ്റെ കഴുത്തിൽ കടിക്കുവാനും ശ്രമിച്ചു. ഡെസെ അവിടെ എത്തുമ്പോഴേക്കും പോരാട്ടം അവസാനിച്ചിരുന്നു. മുള്ളംപന്നി ചത്തു കഴിഞ്ഞിരുന്നു. എങ്കിലും തൃപ്തി വരുത്തുവാൻ വേണ്ടി ഡെൻസെ ഒരു വെടി മുള്ളൻപന്നിയുടെ ശരീരത്തിലേക്ക് പായിച്ചു. മുള്ളംപന്നിയുടെ കഥ നേരത്തെ കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ നായ്ക്കളെ നോക്കി. അവയുടെ ശരീരത്തിൽ നിന്നും ചോര നല്ലപോലെ ഒഴുകുന്നുണ്ടായിരുന്നു. അവയുടെ ശരീരത്തിൽ നിറയെ മുള്ളുകൾ തറച്ചു കയറിയിരിക്കുകയാണ്. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നായ്ക്കളുടെ ശരീരത്തിൽ നിന്നും മുള്ളുകൾ ഞങ്ങൾ വലിച്ചൂരിയെടുത്തു. എന്നിട്ട് വേഗം തന്നെ വീടുകളിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഡെൻസയുടെ തോളിൽ അവൻ വെടിവെച്ചു കൊന്ന മുള്ളൻ പന്നിയുടെ ശരീരം തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ തൂക്കിയിട്ട് ഒലിക്കുന്ന രക്തം അവൻ്റെ ഷർട്ടിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ വളരെ വേഗം വീട് ലക്ഷ്യമാക്കി നടക്കുകയാണ്. കാരണം നായ്ക്കളുടെ ശരീരത്തിൽ മുള്ളൻ പന്നിയുടെ മുള്ളുകൾ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ നഖങ്ങൾ ഉപയോഗിച്ച് അത് വലിച്ചൂരുവാൻ പലപ്പോഴും ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല. ഇനിയും വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ച് അതിൻ്റെ ശരീരത്തിൽ നിന്നും മുള്ളുകൾ വലിച്ചൂരിയെടുക്കണം. ഇതുമാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മുള്ളൻപന്നിയുടെ മുള്ളുകൾ മുൻഭാഗത്തേക്ക് മാത്രമല്ല കൂർത്തിരിക്കുന്നത്, ഓരോ മുള്ളുകളിലും പിൻഭാഗത്തേക്കും, അതായത് മുള്ളുകൾക്ക് പിൻഭാഗത്തേക്കും വളർന്ന് കൂർത്തിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് തൻ്റെ ഇരയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുമ്പോൾ അവയുടെ മാംസത്തിലേക്ക് തറച്ചു കയറുന്നു. പിന്നീട് അത് ഊരിയെടുക്കുവാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ ഊരിയെടുക്കുമ്പോൾ മനുഷ്യനോ മൃഗത്തിനോ നല്ല വേദന അറിയുവാൻ സാധിക്കും. കാരണം ആ മുള്ളുകൾ മാംസത്തിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറിപ്പോകുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പ്രകൃതി അതിനെ നൽകിയിരിക്കുന്നത്. മാങ്കോക്കിൻ്റെ അവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ സഹിക്കത്തില്ല. പകൽ മുഴുവൻ അവൻ അസ്വസ്ഥനായിരുന്നു. രാത്രിയിൽ അവൻ തുടർച്ചയായി തുമ്മിക്കൊണ്ടിരുന്നു. ഓരോ തുമ്മലിനും രക്തത്തിൻ്റെ കട്ടകൾ അവിടെ തെറിച്ചു വീണു. അവൻ്റെ വൈക്കോൽ കിടക്കയിൽ മുഴുവൻ ആ രക്തത്തിൻ്റെ കട്ടകളായിരുന്നു. മാങ്കോക്കിൻ്റെ ഭാഗ്യവശാൽ അടുത്ത ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ചയ്ക്ക് എന്താ പ്രത്യേകത എന്നല്ലേ? ടോം ഞായറാഴ്ച ദിവസം ആഘോഷിക്കുവാൻ വേണ്ടി നൈനിറ്റാലിലേക്ക് വരും. അങ്ങനെ ടോം വന്നതുകൊണ്ട് മാങ്കോക്കിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചു. മാങ്കോക്കിൻ്റെ മൂക്കിൽ ഒരു മുള്ള് ആഴത്തിൽ തറച്ച് ഒടിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ടോം നായയെ നല്ലപോലെ പരിശോധിച്ചപ്പോൾ മാത്രമാണ്
ആ തറച്ചിരിക്കുന്ന മുള്ള് കണ്ടെത്താൻ സാധിച്ചത്. അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തി. മിക്കതും പരാജയമായിരുന്നു. എങ്കിലും കുടിലുപയോഗിച്ചുള്ള ഒരു ശ്രമത്തിനൊടുവിൽ ആ മൂക്കിൽ നിന്നും ആ മുള്ളിൻ്റെ കഷ്ണം വലിച്ചൂരുവാൻ സാധിച്ചു. അതിന് ഏകദേശം 6 ഇഞ്ച് നീളമുണ്ടായിരുന്നു, ഒരു പേനയുടെ കനവും. അവൻ്റെ മൂക്കിൽ നിന്നും ആ മുള്ളു വലിച്ചൂരിയപ്പോൾ രക്തം ഒരു അരുവിയിൽ നിന്നും പുറപ്പെടുന്നത് പോലെയാണ് പുറപ്പെട്ടുകൊണ്ടിരുന്നത്. മാങ്കോക്കിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അതിനുള്ള ഒരു മാർഗവും ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവന് വേണ്ട പരിചരണവും ഭക്ഷണവും ഞങ്ങൾ ഏകി. പതിയെ പതിയെ മാങ്കോക്ക് അതിൽ നിന്നും മോചിതനായി. അവൻ സുഖം പ്രാപിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് വഴി ഞാനും ഒരു വിവരം അറിഞ്ഞു. തിസിലും ഇപ്പോൾ സുഖം പ്രാപിച്ചിരുന്നു. മുള്ളം പന്നിയുമായുള്ള പോരാട്ടത്തിൽ മാങ്കോക്കിനോളം മോശമായ ഒരവസ്ഥയിൽ തന്നെയായിരുന്നു തിസിലും ഉണ്ടായിരുന്നത്. അങ്ങനെ 2 നായ്ക്കളും തഴനായിരയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ വലിയ ഭർത്തൽ ഭാണ്ഡോ കിട്ടിയ ശേഷം അതൊരു തോക്കാണ്. എനിക്കും മാങ്കോക്കിനും 2 ആവേശകരമായ അനുഭവങ്ങളുണ്ടായി. ഒന്ന് കാനാഡോങ്ങിൽ വെച്ചും മറ്റൊന്ന് നൈറ്റാളിൽ വെച്ചുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും അല്ലേ, എനിക്ക് എങ്ങനെയാണ് ഈ തോക്ക് കിട്ടിയതെന്ന്. അത് മറ്റൊരു കഥയിൽ അല്ലെങ്കിൽ പിന്നീട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നയാഗാവ് അക്കാലത്ത് പൂർണ്ണമായും ജനവാസമുള്ളതും കൃഷിയുമുള്ളതുമായ ഗ്രാമമായിരുന്നു. നയാഗാവിലെ വയലുകൾക്കും ദുഡിഗഡ് നദിക്കും ഇടയിൽ ചെറിയൊരു കാടുണ്ടായിരുന്നു. അതിനിടയിൽ പുല്ലുകൾ നിറഞ്ഞ തുറന്ന മൈതാനികളും ഉണ്ടായിരുന്നു. ഈ വനപ്രദേശത്തിന് ചിലയിടങ്ങളിൽ 1/4 മൈലും മറ്റു ചിലയിടങ്ങളിൽ 1/2 മൈലും വീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലൂടെ വയലുകൾക്കും നദിക്കും തുല്യമായ അകലത്തിൽ ഒരു പാത കടന്നു പോകുന്നുണ്ട്. നദികളുടെ ഇരുവശവും വളർന്നു നിൽക്കുന്ന കാടുകളിൽ ധാരാളം മൃഗങ്ങളും പക്ഷികളും ഉണ്ടായിരുന്നു. ചുവന്ന കാട്ടുകോഴികൾ, മയിൽ, മാൻ, പന്നി എന്നീ മൃഗങ്ങളെ സുലഭമായി അവിടെ കാണാൻ സാധിക്കും. അവിടെയുള്ള ഈ മൃഗങ്ങളും പക്ഷികളും കാട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും വയലുകളിൽ വലിയ വിളനാശം തന്നെയായിരുന്നു ഉണ്ടാകുന്നത്. എനിക്കും മാങ്കോക്കിനും ആദ്യമായി സാഹസികമായ ഒരു അനുഭവം ഉണ്ടായത് ഈ പാതയിൽ വെച്ചാണ്. കാലാഡുങ്ങിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്നും നായഗാവിലേക്ക് 3 മൈൽ ദൂരമുണ്ട്. ഒരു പ്രഭാതത്തിൽ എന്നുവെച്ചാൽ വെളിച്ചം വീഴു തുടങ്ങുന്നതിന് മുന്നേ തന്നെ മാങ്കോക്കും ഞാനും ഒരു മയിലിനെ വേട്ടയാടുവാൻ വേണ്ടി അവിടേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീതിയേറിയ റോഡിൻ്റെ നടുഭാഗത്തുകൂടിയാണ്. കാരണം വെളിച്ചം വളരെ കുറവാണ്. ഈ റോഡ് കടന്നു പോകുന്നത് വനഭാഗത്തുകൂടിയാണ്. ഈ വനഭാഗത്ത് പുള്ളിപ്പുലികളെയും കടുവകളെയും പതിവായി കാണുന്നതാണ്. സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ഞങ്ങൾ ഗെയിം ട്രാക്കിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ആ തോക്കിൽ വെടിമരുന്ന് നിറയ്ക്കുവാൻ തുടങ്ങി. ഇത് വളരെ സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. ആദ്യം അളവനുസരിച്ച് വെടിമരുന്ന് തോക്കിൻ്റെ അറയിലേക്ക് നിറയ്ക്കണം. അതിനുശേഷം കട്ടിയുള്ള കമ്പിളിത്തുണിയുടെ കഷ്ണം, അതിനെ ചിന്തി എന്നാണ് പറയുന്നത്, തോക്കിൻ്റെ കുഴലിലൂടെ ബലമായി താഴേക്ക് തള്ളണം. അതിനുശേഷം വെടിയുണ്ട അളന്ന് അതിലേക്ക് നിറയ്ക്കും. വെടിയുണ്ട അകത്ത് നിറച്ച കട്ടിയുള്ള തുണിയിൽ നല്ല ഉറപ്പിലിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതനുസരിച്ച് വെടിയുണ്ട സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുവാൻ വേണ്ടി കാർബോർഡിൻ്റെ ഒരു കഷ്ണവും തോക്കിൻ്റെ കുഴലിലേക്ക് കുത്തിവെക്കും. വെടിമരുന്ന് നിറയ്ക്കുന്ന ആ ഇരുമ്പ് ദണ്ടുണ്ടല്ലോ, വെടിമരുന്നുമായി തട്ടി ഢോയ് എന്ന ശബ്ദമുണ്ടാകുമ്പോൾ മാത്രമാണ് തോക്ക് ശരിയായ രീതിയിൽ നിറച്ചതായി കണക്കാക്കൂ. തോക്കിൻ്റെ ഹാമർ വലിച്ച് അതിൻ്റെ അറ്റത്ത് കാപ്പ് ഘടിപ്പിച്ചു വയ്ക്കും. ഈ ജോലികളെല്ലാം തൃപ്തികരമായി ചെയ്ത ശേഷമാണ് തോക്കിലേക്ക് വെടിമരുന്നും മറ്റും നിറയ്ക്കാനുള്ള സാധനങ്ങൾ തിരികെ എടുത്ത് എൻ്റെ സഞ്ചിയിലേക്ക് വെച്ചത്. മാങ്കോക്കും ഞാനും ആ വഴിയിലൂടെ പിന്നെ മുന്നോട്ട് നടന്നു നീങ്ങി. നടന്നു പോകുമ്പോൾ ധാരാളം കാട്ടുകോഴികളും മയിലുകളും ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയി. പക്ഷേ ഒന്നിൻ്റെ നേരെ ലക്ഷ്യം വയ്ക്കുവാനോ നിറയൊഴിക്കുവാനോ ഉള്ള അവസരം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഏകദേശം 1/2 മൈൽ കൂടി ഞങ്ങൾ നടന്നു. അങ്ങനെ ഒരു തുറന്ന മൈതാനിയിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ആ മൈതാനത്തേക്ക് കടന്നതും അതിൻ്റെ മറ്റേ അറ്റത്തുകൂടി 7 മൈലുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി പറന്നകന്നു. അങ്ങനെ ആ മൈതാനിയിൽ കുറച്ചുനേരം കാത്തിരുന്ന ശേഷം ഞങ്ങൾ ഇരുവരും മുട്ടുകുത്തിയും കൈമുട്ടിലഴിഞ്ഞും ആ ദിശയിലേക്ക് പതിയെ പതിയെ നീങ്ങി. എന്നിട്ട് ഞാൻ മാങ്കോക്കിനെ അവിടേക്ക് അയച്ചു. അവിടെ നിന്നും മയിലുകളെ ഓടിക്കുവാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. ഏതൊരു ഇടതൂർന്ന കാട്ടിലും ഒരു നായ മയിലുകളുടെ പിന്നാലെ പോയാൽ മയിലുകൾ തീർച്ചയായും മരങ്ങളുടെ ഉയരമുള്ള ശിഖരങ്ങളിൽ പോയിരിക്കും. ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാലൊരു പ്രശ്നമുണ്ട്. ഞാൻ തോക്കുപയോഗിക്കുവാൻ തുടങ്ങിയതേയുള്ളൂ. ലക്ഷ്യത്തിലെത്തി വെടിവെച്ചിടുവാൻ ഞാൻ അത്രയും ആളൊന്നുമായിട്ടില്ല. ഇരിക്കുന്ന പക്ഷിയെ വെടിവെച്ചിടുക എന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും മാങ്കോക്കിൻ്റെയും എൻ്റെയും സംയുക്തമായ പരിശ്രമത്തിൽ ഒരു മയിലിനെ വെടിവെച്ചിടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു.
മറ്റു മൃഗങ്ങളെക്കാളും പക്ഷികളെക്കാളും മാങ്കോക്കിന് മയിലുകളെ വേട്ടയാടുന്നതിലായിരുന്നു കൂടുതൽ സന്തോഷം. അവൻ മയിലുകളെ മരച്ചില്ലകളിലേക്ക് ഓടിച്ചു കയറ്റും. അതിനുശേഷം കുരച്ചുകൊണ്ട് മരത്തിന് ചുറ്റും അതിവേഗം കറങ്ങും. ഇങ്ങനെ ചെയ്യുമ്പോൾ മയിലുകളുടെ ശ്രദ്ധയെല്ലാം മാങ്കോക്കിലേക്ക് വരും. അങ്ങനെ അവനിൽ ആ ശ്രദ്ധ ഉടക്കി നിൽക്കുമ്പോൾ അതേസമയം ഞാൻ അവിടെ നിന്നും ഇഴഞ്ഞിഴഞ്ഞ് ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. മൈതാനത്ത് കൂടി പറന്നുപോയ ആ 7 മയിലുകളുടെ കാര്യം പറഞ്ഞില്ലേ, മൈതാനത്തിലേക്ക് അത് തിരിച്ചു വന്നിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് മൈതാനിയിലൂടെ നടക്കുന്ന സമയം മാങ്കോക്ക് അവയുടെ പിന്നാലെ ഓടി. അവൻ ഏകദേശം 100 വാരയെങ്കിലും ദൂരം കുറ്റിക്കാടിലൂടെ ഓടിയിരുന്നു. അങ്ങനെ ഞാൻ അവൻ ഓടിയ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് പെട്ടെന്ന് ചിറകടിയുടെ ശബ്ദവും മയിലിൻ്റെ കരച്ചിലും കേട്ടത്. അതിന് തൊട്ടു പിന്നാലെ മാങ്കോക്കിൻ്റെ ഭയം നിറഞ്ഞ അലർച്ചയും. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ച് ചെവിയോർത്ത് നിൽക്കുമ്പോഴാണ് ആ അലർച്ച എൻ്റെ കാതുകളിലേക്ക് വന്ന് പതിക്കുന്നത്. അത് മറ്റൊന്നിൻ്റെയും അലർച്ചയായിരുന്നില്ല, കടുവയുടെ ഗർജനമായിരുന്നു. വ്യക്തമായും ആ മയിൽ മാങ്കോക്കിനെ ഉറങ്ങിക്കിടന്നിരുന്ന കടുവയുടെ അടുത്തേക്ക് കൊണ്ടുപോയതായിരിക്കാം. ഭയം നിറഞ്ഞ ആദ്യത്തെ അലർച്ചയുണ്ടല്ലോ മാങ്കോക്കിൻ്റെ, അതിൻ്റെ ശേഷം അവൻ്റെ ദേഷ്യത്തോടുള്ള കുരച്ചിലാണ് പിന്നീട് അവിടുന്ന് ഉയർന്നു കേട്ടത്. അതിന് പിന്നാലെ അവൻ ഓടുവാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. അവൻ്റെ പിന്നാലെ ആ കടുവ അവനെ വേട്ടയാടുവാൻ ഓടിക്കുകയാണ്. ഇപ്പോൾ രണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ നേരെയാണ്. ഇത്രയധികം പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മരങ്ങൾക്കിടയിലൂടെ പറന്നുകൊണ്ട് എൻ്റെ തലയ്ക്ക് മുകളിലൊരു കൊമ്പിലേക്ക് ഒരു മയിൽ വന്നിരുന്നു. എന്നാൽ ആ നിമിഷം ഏതൊരു തരം പക്ഷിയോടുമുള്ള എൻ്റെ താല്പര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇത് മാത്രമായിരുന്നു: എത്രയും വേഗം ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടണം, കടുവ വരാത്ത ഒരിടത്തേക്ക്. മാങ്കോക്കിന് അവൻ്റെ ശരീരം വലച്ചു വയ്ക്കുവാൻ 4 കാലുകളുണ്ടായിരുന്നു. എനിക്കോ വെറും 2 എണ്ണം. ഒരു തരി പോലും നാണക്കേട് തോന്നാതെ എൻ്റെ വിശ്വസ്ത കൂട്ടുകാരനെ അവൻ്റെ വിധിക്ക് വിട്ടുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഓടിത്തുടങ്ങി. അങ്ങനെ ഓടി കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും മാങ്കോക്ക് എനിക്കൊപ്പം ഓടിത്തുടങ്ങി. അവൻ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നിൽ വന്നിരുന്ന മുഴങ്ങിക്കേട്ടിരുന്ന അലർച്ചകൾ നിലച്ചിരുന്നു. കടുവ അവൻ്റെ വഴി തേടി എങ്ങോട്ടോ പോയി. ഞങ്ങൾ അവിടെ നിന്നും തിരികെ വീട്ടിലേക്കും. വേനൽക്കാലം ഞങ്ങൾ എപ്പോഴും നൈനിറ്റാളിലെ ഞങ്ങളുടെ വീട്ടിലാണ് ചെലവഴിക്കുന്നത്. തണുപ്പുകാലം അവസാനിക്കാറായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ നൈനിറ്റാളിലേക്ക് പോകും. ആ ദിവസങ്ങളിലാണ് എനിക്ക് മറ്റൊരനുഭവം ഉണ്ടായത്. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മാങ്കോക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം മാങ്കോക്ക് അല്പം റൊമാൻറ്റിക് മൂഡിലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ എന്നെ അറിയിക്കാതെ അവൻ അവൻ്റെ കാമുകിയെ കാണാൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിബിഡമായ കാട്ടിലേക്ക് പോകാറില്ല. പകരം അതൊഴിവാക്കി തുറന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നത്. ഞാൻ പറയുന്ന ആ പ്രഭാതത്തിൽ ഞാൻ നയാഗാവിലായിരുന്നു. ധാരാളം കാട്ടുകോഴികൾ റോഡിൽ അവരുടെ കാലുകൾ കൊണ്ട് ചിതഞ്ഞ് തീറ്റയെടുക്കുകയാണ്. എന്നാൽ എൻ്റെ തോക്കിൻ്റെ പരിധിക്ക് അപ്പുറമായിരുന്നു അവ. ഒന്നിനു നേരെയും വെടിവെക്കുവാനോ ലക്ഷ്യം വയ്ക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല. അതിനാൽ ഞാൻ റോഡ് വിട്ട് മരങ്ങളും കുറ്റിക്കാടുകളും ചെറിയ പുല്ലുകളുമുള്ള വനത്തിലേക്ക് നടന്നു. റോഡ് വിടുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഷൂസും ഷോക്സും ഊരി മാറ്റി. അങ്ങനെ ഞാൻ അക്ഷമനായി കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു പോയപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇലകൾ ചികയുന്ന ഒരു ചുവന്ന കാട്ടുകോഴിയെ ഞാൻ കണ്ടു. കാട്ടുകോഴിക്കും വീട്ടിൽ വളർത്തുന്ന കോഴിക്കും ഒരു സമാനതയുണ്ട്. കാട്ടുകോഴികൾ ഇലകൾ ചികയുമ്പോഴും വീട്ടിൽ വളർത്തുന്ന കോഴികൾ മാലിന്യം ചികയുമ്പോഴും അവ തല ഉയർത്തി ചുറ്റും അപകടമില്ല എന്ന് ഉറപ്പുവരുത്താറുണ്ട്. അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പു വന്നെങ്കിൽ മാത്രമേ അവ കൊക്കുകൊണ്ട് താഴത്തെ പ്രാണികളെയും മറ്റും കുത്തി ഭക്ഷിക്കാറുള്ളൂ. മരത്തിൻ്റെ ചുവട്ടിൽ ഭക്ഷണം തേടിക്കൊണ്ടിരുന്ന ആ കാട്ടുകോഴി എൻ്റെ തോക്കിൻ്റെ പരിധിക്ക് പുറത്തായിരുന്നു. അതിനാൽ ഞാൻ നഗ്നപാതനായി പതിയെ അതിനെ പിന്തുടർന്ന് മുന്നിലേക്ക് നടന്നു. കോഴി ഒരു പ്രാണിയെ കൊത്തുവാൻ തൻ്റെ കൊക്ക് കുനിയുന്ന സമയത്ത് ആ ഒരു തവണയിൽ ഞാൻ 1-2 അടി മുന്നോട്ട് വയ്ക്കും. അവൻ്റെ തല ഉയരുമ്പോൾ ഞാൻ കല്ലിൽ കൊത്തിയ പ്രതിമ പോലെ നിശ്ചലനായി അങ്ങനെ നിൽക്കും. ഇങ്ങനെ ചെയ്യുന്നത് കാട്ടുകോഴിക്ക് തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് സംശയം തോന്നാതിരിക്കാനാണ്. അങ്ങനെ ഞാൻ നടന്ന് ആ കോഴി എൻ്റെ ഏകദേശം പരിധിക്കടുത്തെത്തിയപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ചെറിയ കുഴി ഞാൻ കണ്ടു. കുഴിയുടെ ഇരുവശവും മുട്ടോളം പുല്ലുകൾ വളർന്നു നിൽക്കുകയാണ്. എനിക്കൊറ്റയ്ക്ക് ആ കുഴി കടക്കണം. അതിനുശേഷം 2 അടി വെച്ചാൽ ആ കോഴി എൻ്റെ തോക്കിൻ്റെ പരിധിക്കുള്ളിലാകും. കൂടാതെ അവിടെ ഒരു ചെറിയ മരവുമുണ്ട്. അതിൻ്റെ സഹായത്തോടെ എൻ്റെ ഭാരമുള്ള തോക്ക് താങ്ങി നിർത്തി
അതിനെ ലക്ഷ്യം വെച്ച് വെടിവെക്കുവാനും കഴിയും. ഇതെല്ലാം തീരുമാനിച്ച ശേഷം കോഴി എപ്പോഴാണ് കൊക്ക് താഴ്ത്തുക, എപ്പോഴാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ആ അവസരത്തിന് വേണ്ടി അവിടെ കാത്തുനിന്നു. കോഴി തല താഴ്ത്തിയ ഉടനെ ഞാൻ എൻ്റെ കാലുകൾ കുഴിയിലേക്ക് മുന്നോട്ട് വെച്ചു. ആ കുഴിയിൽ മറഞ്ഞു കടന്നിരുന്ന അപകടം ഞാൻ കണ്ടിരുന്നില്ല. എൻ്റെ നഗ്നമായ പാത വന്ന് പതിച്ചത് അവിടെ ചുരണ്ടു കിടന്നിരുന്ന ഒരു പെരുമ്പാമ്പിൻ്റെ മുകളിലേക്കായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഒരു ചെറിയ കുട്ടിക്ക് ഓടാൻ കഴിയുന്നതിനും അത്രയും വേഗത്തിൽ ഞാൻ ഓടിയത്. ഇന്ന് ഞാൻ ഒരു ചെറിയ കുട്ടിക്ക് ചാടാൻ കഴിയാത്തത്രയും ഉയരത്തിൽ ചാടി. എൻ്റെ ആ ചാട്ടം എന്നെ കുഴിക്ക് അപ്പുറത്തെത്തിച്ചു. ഉടനെ തന്നെ തിരിഞ്ഞ് നിലത്ത് കിടന്നിരുന്ന ഭാരമേറിയ ചുരുണ്ട പെരുമ്പാമ്പിന് നേരെ ഞാൻ വെടിയുതിർത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഞാൻ റോഡ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ കുതിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. റോഡിൽ തിരിച്ചെത്തുന്നതുവരെയും എനിക്ക് സുരക്ഷിതാബോധം ഒന്നും ഉണ്ടായിരുന്നില്ല. വടക്കേ ഇന്ത്യയിലെ കാടുകളിൽ ഞാൻ വർഷങ്ങളോളം ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പെരുമ്പാമ്പ് ഒരു മനുഷ്യൻ്റെ ജീവനെടുത്തതായി ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. എങ്കിലും അന്ന് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് എനിക്കറിയാം. പെരുമ്പാമ്പ് ഉറക്കത്തിലായിരുന്നില്ലെങ്കിൽ ഉറപ്പായും എൻ്റെ കാലുകൾ അവൻ്റെ വായ്ക്കുള്ളിലാക്കിയേനെ. അങ്ങനെയാണെങ്കിൽ അതിനെന്നെ കൊല്ലേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. ഭയന്നുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു പോയേനെ. എൻ്റെ ടെൻറ്റിനടുത്ത് ഒരു വലിയ പുള്ളിമാൻ പേടിച്ച് മരിച്ചു പോയതുപോലെ. ഞാൻ നൈറ്റാളിലെത്തിയ ശേഷമാണ് പിന്നീട് ഞങ്ങൾക്ക് മറ്റൊരനുഭവം കൂടി ഉണ്ടാകുന്നത്. സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയാൽ വൈകുന്നേരം ഞാൻ മാങ്കോക്കിനെയും കൂട്ടി കാട്ടിലേക്ക് പോകാറുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ കാട്ടുകോഴികളെയും മറ്റു മൃഗങ്ങളെയും വേട്ടയാടുവാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ അങ്ങനെ പോയത്. ഒരു വൈകുന്നേരം ഞാനും മാങ്കോക്കും കാലോഡോങ്ങിലെ റോഡിലൂടെ മുന്നോട്ട് പോയപ്പോൾ മാങ്കോക്ക് ധാരാളം കാട്ടുകോഴികളെ ഓടിച്ച് മരക്കൊമ്പുകളിൽ ഇരിക്കുവാൻ നിർബന്ധരാക്കി. എന്നാൽ ഒന്നിനു നേരെയും ലക്ഷ്യം വെച്ച് നിറയൊഴിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. വേണ്ടത്ര നേരവും അവ മരക്കൊമ്പിൽ ഇരിക്കാത്തത് കൊണ്ടാണ്. മലയുടെ താഴ്വാരയിൽ നിർമ്മിച്ച ചെറിയ സരസ തടാകത്തിനടുത്തെത്തിയപ്പോൾ ഞങ്ങൾ റോഡ് വിട്ട് കാട്ടിലേക്ക് പ്രവേശിച്ചു. കാടിൻ്റെ ഉൾഭാഗത്തുകൂടി പോയി താഴ്വരയുടെ മുകൾ ഭാഗത്തെ കിടങ്ങിലേക്ക് പോകാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. തടാകത്തിനടുത്ത് വെച്ച് ഞാനൊരു ചെറിയ കോഴിയെ വെടിവെച്ചിട്ടു. ഇടതൂർന്ന കുറ്റിക്കാടുകളും പാറക്കൂട്ടുകളും പിൻപറ്റി ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. റോഡിൽ നിന്നും ഏകദേശം 200 വാര അകലെ എത്തിയപ്പോൾ ഒരു കൂട്ടം കോഴികളെ ഞങ്ങൾ കണ്ടു. മനോഹരമായ ഗന്ധമുള്ള പുല്ലുകളിൽ ചാടിച്ചാടി ഒരു ചെറിയ കുറ്റിക്കാടിൽ ഉണ്ടായിരുന്ന ചുവന്ന കായകൾ കഴിക്കുവാനുള്ള തിരക്കിലായിരുന്നു ആ കാട്ടുകോഴികൾ. ഇടതൂർന്ന കാടിനുള്ളിൽ നിന്നും ഞങ്ങൾ പുൽമേട്ടിൽ ലക്ഷ്യമാക്കി നടന്നു. ഉയരത്തിൽ ചാടുമ്പോൾ മാത്രമാണ് പുൽമേട്ടിൽ നിൽക്കുന്ന ആ കാട്ടുകോഴികളെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ചലിക്കുന്ന ഒന്നിനെ ലക്ഷ്യം വെച്ച് വെടിവെക്കുവാൻ മാത്രം ഞാൻ അത്രയും എക്സ്പീരിയൻസ് ആയ ഒരു വേട്ടക്കാരനായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു മാങ്കോക്കിൻ്റെ അരികിലായി കിടന്നു. ഞങ്ങൾ ഇരുവരും കാത്തിരുന്ന ആ പക്ഷികളിൽ ഏതെങ്കിലും ഒന്ന് മൈതാനിലേക്ക് വരും എന്ന വിശ്വാസത്തിലായിരുന്നു അവിടെ കിടന്നത്. ഞങ്ങൾ ഈ സ്ഥലത്തിരുന്നിട്ട് കുറച്ച് സമയമായി. പക്ഷികൾ ചാടിച്ചാടി കായകൾ ഭക്ഷിക്കുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് റോഡിലൂടെ ചില ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടത്. അവിടേക്ക് ഞാൻ എൻ്റെ കാതുകൾ കൂർപ്പിച്ചു. ഈ റോഡ് കുന്നിൻ ചെരുവിലൂടെ മുന്നോട്ട് അല്പം ചരിഞ്ഞാണ് കടന്നു പോകുന്നത്. ഈ റോഡിലൂടെ കടന്നു പോകുന്ന ചില ആളുകൾ സംസാരിക്കുന്നതിൻ്റെയും ചിരിക്കുന്നതിൻ്റെയും ശബ്ദമായിരുന്നു അത്. അവരുടെ ടിൻ പാത്രങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന കിലുകിലാ ശബ്ദം വ്യക്തമായി തന്നെ കേൾക്കാം. അതിൽ നിന്നും ഞാനൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അവർ നൈറ്റാളിൽ പാൽ വിറ്റ് മടങ്ങി വരുന്ന വഴിയാണ്. പാൽക്കാരന്മാരായിരുന്നു അവർ. ഇപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഗ്രാമത്തിലേക്കും. സരിയ തടാകത്തിൻ്റെ അടുത്തായിരിക്കാം അവരുടെ ഗ്രാമം. ഏകദേശം 400 വാര അകലെയുള്ള ഒരു വളവിൽ വെച്ചാണ് അവരുടെ ശബ്ദം ഞാൻ ആദ്യമായി കേട്ടത്. അവർ ഞങ്ങളിൽ നിന്നും ഇടതുവശത്ത് കുറച്ചകലെയായിരുന്നു. അപ്പോഴാണ് അവർ ഒരേ സ്വരത്തിൽ നിലവിളിച്ചത്. ഏതോ മൃഗത്തെ റോഡിൽ നിന്നും ഓടിച്ചു വിടുവാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബഹളങ്ങളാണ് അവിടെ നിന്നും മുഴങ്ങുന്നതും. അടുത്ത നിമിഷം ഞങ്ങളുടെ മുന്നിൽ വ്യാപിച്ചു കിടന്ന ആ വലിയ കാട്ടിൽ നിന്നും ഒരു വലിയ മൃഗം വരുന്നതിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. നിലത്ത് വളർന്നു നിന്ന കുറ്റിച്ചെടികൾ ഇടതൂർന്നതായിരുന്നു. അതിനാൽ മനോഹരമായ പുല്ലുകൾ നിറഞ്ഞ ആ മൈതാനത്ത് എത്തുന്നതുവരെയും എനിക്ക് ആ മൃഗത്തെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ എൻ്റെ ക്ഷമയ്ക്ക് പരിധി ഇട്ടുകൊണ്ട് ആ ജീവി പുറത്തു വന്നു. അതൊരു പുള്ളിപ്പുലിയായിരുന്നു. പുൽമേട്ട് ഏകദേശം 30 ഡിഗ്രി ചരിവിലായിരുന്നു. പുള്ളിപ്പുലി ഞങ്ങൾക്ക് മുകളിലായിരുന്നു, ഏകദേശം 10 വാര അകലത്തിൽ. അതിൻ്റെ താടി മുതൽ വാലിൻ്റെ ഒരറ്റം വരെയും ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോൾ ഞാനും മാങ്കോക്കും ജീവിതത്തിൽ ആദ്യമായി കാണുന്ന പുള്ളിപ്പുലി ആയിരുന്നു അത്. കാറ്റ് കുന്നിൻ ചെരുവിലേക്ക് വീശി അടിക്കുന്നുണ്ടായിരുന്നു. റോഡിലുണ്ടായിരുന്ന മനുഷ്യർ ഓടിച്ചതിന് ശേഷം പുള്ളിപ്പുലി ഞങ്ങൾക്ക് നേരെ വന്നതായിരിക്കും. പാറക്കെട്ടുകളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്നു.
കുറ്റിക്കാടുകളിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ വഴിയിൽ ഒരു ചെറിയ കുട്ടിയും അവൻ്റെ നായയും കണ്ട് ഒരു നിമിഷത്തേക്ക് സ്തബ്ധനായി നിന്നതായിരിക്കാം. ഞങ്ങൾ ആ പുള്ളിപ്പുലിയെ നല്ലപോലെ തന്നെ കണ്ടിരുന്നു. ആ പുള്ളിപ്പുലിയുടെ നടത്തവും ബഹവവും കണ്ടപ്പോൾ തന്നെ അതൊരു അപകടകാരിയായ പുള്ളിപ്പുലിയല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പുള്ളിപ്പുലി ഒരു മനോഹരമായ ചാട്ടം നടത്തി. ആ 2-3 ചാട്ടത്തിൽ അവൻ ഞങ്ങൾക്ക് പിന്നിലുള്ള കാട്ടിലേക്ക് ഓടി മറഞ്ഞു. അപ്പോൾ പിന്നിൽ നിന്ന് വന്ന കാറ്റിൽ പുള്ളിപ്പുലിയുടെ ഗന്ധം കലർന്നു. നിമിഷങ്ങൾക്കകം മാങ്കോക്ക് കളിയിൽ എഴുന്നേറ്റ് നിന്ന് ദേഷ്യത്തോടെ മുരണ്ടു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.